ഹായ് ഓൾ മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിംഗ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ രാവിലെ ഒരു ഫ്ലാറ്റ് ടു ഓപ്പണിംഗ് ആയിരുന്നു മാർക്കറ്റ് രാവിലെ അല്ലേ. ചെറിയൊരു ഗ്യാപ്പപ്പിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നല്ലൊരു 5 മിനിറ്റിൻ്റെ ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ നല്ലൊരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിലായിരുന്നു അല്ലേ. പക്ഷേങ്കിൽ നമ്മൾ രാവിലെ വോയിസിൽ പറഞ്ഞിരുന്നത് 24,376 കടന്ന് 15 മിനിറ്റ് നേരം സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട് എന്നാണ്. അപ്പം 15 മിനിറ്റ് ബ്രേക്ക് ചെയ്യാൻ ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തു. പക്ഷേ ആ ബ്രേക്കിൻ്റെ നമുക്കൊരു കൺഫർമേഷൻ ഇല്ലായിരുന്നു അല്ലേ. പിന്നെ കുറച്ച് നേരം അവിടെ ഒരു 10, 15, ഒരു 30 മിനിറ്റ് 5, 10, 15, 20, 25, 30 മിനിറ്റ് അരമണിക്കൂറോളം മാർക്കറ്റ് എന്ത് ചെയ്തു, അവിടെ കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം ഒരു നല്ല ബ്രേക്ക് ഔട്ട്, നല്ലൊരു ബുള്ളിഷ് മർബോസ് അല്ലേ. ഈ ക്യാൻഡിൽ എന്താണ്? ബുള്ളിഷ് മർബോസ്. ഇതിനെ ഒരു എൻഗൾഫിങ് കൂടെ ചെയ്യുന്നു വേണമെങ്കിൽ പറയാം. ഈ ക്യാൻഡിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. ഒരു ബുള്ളിഷ് എൻഗൾഫിങ് ആണ് പ്ലസ് ഒരു ഫുൾ സ്ട്രോങ് മർബോസ് ക്യാൻഡിലൂടെ അല്ലേ. അപ്പം ഞാൻ പറഞ്ഞൊരു ഇത് നമുക്ക് പ്രൈസ് ആക്ഷൻ പഠിച്ചവർക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇല്ല, ഞാൻ പറഞ്ഞ പ്രകാരമാണെങ്കിൽ 15 മിനിറ്റ് സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം ഒരു ട്രേഡ് എടുത്താലും എങ്ങനെ എടുത്താലും മാന്യമായ രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു സാവകാശം നമുക്കുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഈ മാർക്കറ്റിൻ്റെ പോക്ക് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് മാർക്കറ്റ് ഈ സമയം ഏകദേശം രാവിലെ 10 മണി മുതൽ ഏകദേശം ഉച്ചയ്ക്ക് 2 മണി വരെ, 10 മണി മുതൽ 4 മണിക്കൂർ മാർക്കറ്റ് ഇവിടം വരെ എത്താൻ ഏകദേശം 4 മണിക്കൂർ കൊടുത്തു. ഇന്ന് എക്സ്പയറിയുടെ തലേദിവസം ആലോചിക്കണം. ഈ 4 മണിക്കൂർ ഇവിടെ എത്തുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ പ്രീമിയം കയ്യിൽ, പ്രത്യേകിച്ച് ഔട്ട് ഓഫ് ദ മണി വല്ല ആരുടെ കയ്യിലെങ്കിലും ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രീമിയം ഒക്കെ ഉരുകി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പലരും ഈ കൺസോൾട്ടേഷനൊക്കെ വന്നപ്പോൾ ഒരു പക്ഷേ പി എടുത്ത ധാരാളം ആൾക്കാർ കാണും, അവർക്കൊക്കെ പ്രീമിയം ഉരുകി തീർന്നു. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പം 1, 2 എക്സ്പയറി മാറി നിങ്ങൾ എപ്പോഴും ട്രേഡ് ചെയ്യണം. എക്സ്പയറി അടുത്തുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ കറണ്ട് എക്സ്പയറിൽ ട്രേഡ് ചെയ്യുന്നതൊക്കെ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിവേ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യും. എനിവേ, മാർക്കറ്റ് അവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം അവിടുന്ന് റിജക്റ്റ് ചെയ്ത് വീണ്ടും അതേ പോയിന്റ് അല്ലേ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരേ പോയിന്റിൽ മാർക്കറ്റ് ഒരു പോയിന്റിൽ എത്തിയതിന് ശേഷം അവിടുന്ന് റിജക്റ്റ് ചെയ്ത് അതേ സെയിം പോയിന്റ് തന്നെ വീണ്ടും റിജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു റെസിസ്റ്റൻസ് ആയിട്ട് കണക്കാക്കാം എന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വീഡിയോയിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. ഇവിടെ നോക്കിക്കേ, ഒരു പ്രാവശ്യം വന്നു അതേ പോയിന്റ്, രണ്ടാമത്തെ പ്രാവശ്യം അതേ പോയിന്റ്, മൂന്നാമത്തെ പ്രാവശ്യം ഇല്ലേ, മൂന്നാമത്തെ പ്രാവശ്യം വന്ന് മാർക്കറ്റ് അവിടുന്ന് റിജക്റ്റ് ചെയ്തു 24,376. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് സൈലൻ്റ് ആയിട്ടിരിക്കുമായിരുന്നു. കാരണം ഈ മാർക്കറ്റിൻ്റെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞു, ഇത് പ്രീമിയം ഒരുക്കാൻ വേണ്ടിയുള്ള ലക്ഷ്യം മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നും അല്ല എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു അല്ലേ. അതിനുശേഷം മാർക്കറ്റ് ആ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് അവിടെ തിരിച്ച് 24,376 മാർക്കറ്റ് തിരിച്ചിറങ്ങി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ 376 ബ്രേക്ക് ചെയ്ത് താഴെ പോയെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷയുള്ളൂ. മാർക്കറ്റ് താഴോട്ട് പോകണം എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ 376 ബ്രേക്ക് ചെയ്ത് താഴെ പോയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ഈ 306 കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ മാർക്കറ്റ് അവിടെ തിരിച്ച് തന്നെ റിവേഴ്സ് ചെയ്ത് പോകുമെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു ഇല്ലേ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അതിനുശേഷം അവിടുന്ന് മാർക്കറ്റ് വീണ്ടും തിരിച്ചു. പക്ഷേങ്കിൽ ഈ ഇന്നത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ, ഞാൻ എന്ത് ക്യാപ്ഷൻ ഇട്ടേക്കുന്നത്, നാളെ സപ്പോസ് നാളെ മാർക്കറ്റ് ഒരു വഴിക്ക് അങ്ങ് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പൊങ്കാലയിടല്ലേ. എങ്കിലും എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു ചെറിയ ഭയം, ഒരു ചെറിയ അൺസർട്ടനിറ്റി നിലവിൽ മാർക്കറ്റിലുണ്ട്. കാരണം ഈ ഒരു മാർക്കറ്റിന് ഈ ഒരു സ്ട്രക്ചർ കണ്ടാൽ നമുക്ക് മനസ്സിലാകും, മാർക്കറ്റ് മാക്സിമം പ്രീമിയം ഉരുക്കി തീർക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് എന്ന് തന്നെയാണ് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ നാളെ കൂടെ ഫ്ലാറ്റായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം നമ്മുടെ കയ്യിലുള്ള ഏതിൻ്റെ സിയുടെ ആയാലും പിയുടെ ആയാലും പകുതി പ്രീമിയത്തോളം നമുക്ക് ഉരുകിത്തീരും. മനസ്സിലായില്ലേ? അപ്പോൾ നിലവിലെ ഗ്ലോബൽ മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ചെറിയ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഇറാൻ US വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വാപോയ കോടാലി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ എയറിലുണ്ട്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഒരു അൺസർട്ടനിറ്റി തന്നെയാണ്. ക്രൂഡ് 67 പോയതിന് ശേഷം വീണ്ടും 69 വന്ന് 69, 70 ആ റേഞ്ച് തന്നെയാണ് ക്രൂഡ് നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ ക്രൂഡും അങ്ങനെ പരിധി വിട്ടെന്ത് ചെയ്യുന്നില്ല, താഴോട്ട് പിന്നെ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ നോക്കുമ്പോൾ എവിടെയോ, ഞാൻ ഈ ക്യാപ്ഷനിൽ പറഞ്ഞ പോലെ തന്നെ എവിടെയോ എന്തോ ചെറിയൊരു പന്തികേടുണ്ടോ എന്നൊരു സംശയം, അതിൻ്റെ കൺഫർമേഷൻ നമുക്ക് നാളെ കിട്ടും. നിലവിൽ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ആണെങ്കിലും ഒരു ചെറിയ നെഗറ്റീവിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. US ഫ്യൂച്ചർ നോക്കിയാലും
യു എസിൻ്റെ ഫ്യൂച്ചറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉച്ച മുതലേ താഴോട്ട് വന്നുകൊണ്ടിരിക്കുക. അത് നോക്കിയാൽ മനസ്സിലാവും. പതുക്കെ വീണോണ്ടിരിക്കും. ഇത് എന്താ കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് ഈ പറയുന്ന ഒരു ഇറാൻ പിന്നെ അമേരിക്ക ഉള്ള ഈ വാഗ്വാദ പ്രശ്നം, വാക്കുകൾ കൊണ്ടുള്ള പയറ്റ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുവരെയായിട്ടും നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഏഷ്യൻ മാർക്കറ്റിലൊക്കെ നല്ല രീതിയിലൊരു ഫോൾ വന്നായിരുന്നു ഇല്ലേ? കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നല്ല രീതിയിലൊരു ഫോൾ വന്നായിരുന്നു. പക്ഷേ ആ ഒരു ഫോള് യു എസ് മാർക്കറ്റിൽ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. യു എസ് മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അത്ര വലിയൊരു ഭീകരമായ ഒരു ഫോൾ ഇതുവരെയായിട്ടും യു എസ് മാർക്കറ്റ്, ആക്ച്വലി ആ ഫോളിനകത്തിൽ യു എസ് മാർക്കറ്റ് പങ്കെടുത്തിട്ടില്ല. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ അതൊന്ന് എടുക്കാം. ഇത് മേലോട്ട് പോകുന്നില്ലേ? ഞാൻ ജസ്റ്റ് യു എസ് ഡോ ജോൺസ്, ഇത് ഇന്നലത്തെയാണ്. ഇതിന് ഡേ ക്യാൻഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് ആ ഒരു ഫോള് ഇതുവരെയായിട്ട്, ഇത് ഡേ ക്യാൻഡിലാണ്. അപ്പോൾ ഇത് നേരത്തെ ഉള്ളതാണ്, ഇത് ജൂൺ മാസത്തിലുള്ളതാണ്. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ വന്ന ആ ഒരു ഫോള്, അല്ലെ ഏഷ്യൻ മാർക്കറ്റിൽ വന്ന കൊറിയൻ മാർക്കറ്റൊക്കെ 10% വീണായിരുന്നു. പിറ്റേ അതിനടുത്ത ദിവസം 8% വീണായിരുന്നു. ബാക്കി മറ്റ് മാർക്കറ്റുകളൊക്കെ നമ്മുടെ ഈ ജപ്പാൻ മാർക്കറ്റൊക്കെ വീണായിരുന്നു. പക്ഷേ അതിനകത്തിലൊന്നും ഈ യു എസ് മാർക്കറ്റ് പങ്കെടുത്തിട്ടില്ല. അപ്പം ഇപ്പം JP മോർഗൻ പറയുന്നത് ഒരു പക്ഷെങ്കിൽ ഒരു സെൽ ഓഫിനുള്ള അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത. കാരണം ഇപ്പോൾ ഓൾറെഡി ഓൾ ടൈം ഹൈയിൽ 50,000-ന് മുകളിൽ യു എസ് മാർക്കറ്റ് ഒരു ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയാണ്. ഓൾ ടൈം ഹൈയിൽ. അപ്പം ഏത് നിമിഷവും ഇവിടെ ഒരു സെക്ടർ റൊട്ടേഷനോ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ എവിടെയും കാണും, മറ്റുള്ള മാർക്കറ്റിലും കാണാനുള്ള സാധ്യത ഉണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ സംഭവിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ബട്ട് എനിക്ക് മനസ്സിലായ വിവരം, അല്ല ഞാൻ വായിച്ചറിഞ്ഞ വിവരം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇതങ്ങനെ സംഭവിക്കണം നിർബന്ധമൊന്നുമില്ല. ബി കോഷ്യസ്. ഓക്കെ. അപ്പോൾ ഇനിയിപ്പം അങ്ങനെ ഇപ്പം നിലവിൽ മാർക്കറ്റ് ഇപ്പോഴത്തെ അവസ്ഥ ആസ് ഓഫ് നൗ ഇപ്പം ചെറിയൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലാണ് ഗ്ലോബൽ മാർക്കറ്റും നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റിയും ഒക്കെ ഒരു ചെറിയ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലാണ്. ഓക്കെ. അപ്പോൾ നാളെ എന്ത് സംഭവിക്കും നമുക്കറിയത്തില്ല. രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ നേരം വെളുക്കാൻ ഇനി സമയമുണ്ട്. രാത്രി എന്ത് വേണമെങ്കിലും സംഭവിക്കാം. എങ്കിലും എവിടെയോ എന്തോ ഒരു ചെറിയ പന്തികേടുണ്ടോ എന്നൊരു ചെറിയ ഡൗട്ടുണ്ട്. അങ്ങനെ ചിലപ്പോൾ എൻ്റെ മാത്രം തോന്നലായിരിക്കാം. എനിവേ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ളത്. നാളെ എക്സ്പയറിയാണ്. വലിയ വാലുകളുടെ കളികൾ നമ്മൾ ഒരുപക്ഷെ കാണേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ എക്സ്പയറി ഡേയിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പം കഴിവതും നിങ്ങൾ മാറി ട്രേഡ് ചെയ്യാൻ, അടുത്ത എക്സ്പയറിൽ മന്ത്ലി എക്സ്പയറിലൊക്കെ മാറി ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ മാനേജ് ചെയ്യാൻ കുറച്ച് സാവകാശം കിട്ടും. അതാണ് ഏറ്റവും വലിയ. നമ്മൾ ചിലപ്പം ഈ ഒരു ഫോൾ നമ്മൾ വിചാരിച്ച ദിശയിലേക്ക് മാർക്കറ്റ് പോകുമ്പോൾ, നമ്മൾ എക്സ്പയറി ഡേയിൽ കറണ്ട് എക്സ്പയറി ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ച ദിശയിലേക്ക് മാർക്കറ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, അപ്രീസിയേഷൻ കിട്ടും. ആ ഒരൊറ്റ കാരണത്തിലാണ് നിങ്ങൾ എല്ലാവരും ആ കറണ്ട് എക്സ്പയറി ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ഓപ്പോസിറ്റ് സംഭവിക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുകയാണെങ്കിലും എന്ത് സംഭവിക്കുന്നത്, ആ പ്രീമിയം മുഴുവൻ ഉരുകിത്തീരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളെപ്പോഴും നമുക്ക് പ്രതീക്ഷകളാണ്. പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് ഘടകവിരുദ്ധമായിട്ടായിരിക്കും നമ്മൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ ആവിയായിട്ട് പോകും എന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോകല്ലോ. അപ്പോൾ നാളെ നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്, നാളെ മാർക്കറ്റ് ഇതിനകത്താണ് ഓപ്പൺ ചെയ്തെങ്കിൽ ഈ ഒരു ഇന്നത്തെ ഹൈയും ഈ 24 376 നാളത്തെ തലവരെയാണ്. ഓക്കെ, 24 നാളത്തെ തലവരെയാണ്. ഇതിനകത്ത് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ ഇതിനകത്തോ ആണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു, ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഈ വഴിക്ക്, അല്ല ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ആ വഴിക്ക് മാർക്കറ്റ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ ഒരു പക്ഷേ ഇതിനകത്ത് കൺസോളിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രീമിയം ഉരുക്കി തീരാനും സാധ്യത വളരെ കൂടുതൽ. അപ്പോൾ നാളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മുകളോട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് 453 ബ്രേക്ക് ചെയ്ത് മുകളോട്ട് പോകണം. ഇല്ല താഴോട്ടാണെന്നുണ്ടെങ്കിൽ 376 ബ്രേക്ക് താഴെ കിട്ടണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഓപ്പണിംഗ് ഒക്കെ കട്ട് ചെയ്ത് താഴെ പോവും. ഓപ്പണിംഗ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഈ ഒരു ലോയാണ് ഇന്നത്തെ ഓപ്പണിങ്ങും. അത് ഏകദേശം അത് തന്നെയാണ്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷെങ്കിൽ ഇവിടെ നമ്മൾ കാണേണ്ടി വരും. എനിവേ, നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രിയിൽ നിർണായകമായിരിക്കും. US മാർക്കറ്റ് നമ്മൾ വാച്ച് ചെയ്യുക. US മാർക്കറ്റിനനുസരിച്ച് ഒരു പക്ഷെങ്കിൽ നമ്മുടെ മാർക്കറ്റും ബിഹേവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും US മാർക്കറ്റ് ഓപ്പൺ ആവട്ടെ. അപ്പം ഇതാണ് നാളത്തെ നിഫ്റ്റിയെ പറ്റി പറയാനുള്ളത്. ഓക്കെ, നമുക്കിനി ബാങ്ക് നിഫ്റ്റിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, ബാങ്ക് നിഫ്റ്റി ഈ പറഞ്ഞ പോലെ തന്നെ
നമ്മുടെ 57 ഇപ്പോൾ നമ്മൾ കുറേ നാളുകൾ കൊണ്ടേ പറയുന്ന ലൈനാണ് അല്ലേ. അവിടെ എന്തായാലും കുറച്ച് മാർക്കറ്റിൽ നിന്ന് മുകളോട്ട് വന്നിട്ടുണ്ട്. എന്നാലും ഇതിനകത്ത് അടിച്ചിലിനകത്ത് പെട്ട് കിടക്കുന്ന പോലെ ഇതിനകത്ത് പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ബാങ്ക് നിഫ്റ്റിക്ക് ഒരു മൂവ്മെൻറ്റ് ഉള്ളൂ. ഒന്നീ ഇവിടുത്തെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകണം, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകണം. ഈ കൂട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടെങ്കിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിക്ക് ഒരു മോചനം ഉള്ളൂ. പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നിഫ്റ്റി നമ്മുടെ മിഡ് ക്യാപ്പാണ്. നമ്മളുടെ ആ വരയിൽ തന്നെ ഇങ്ങനെ എന്താ പറയുന്നത്, ECGയുടെ ഗ്രാഫ് പോലെ ഇതിങ്ങനെ ആടിക്കളിച്ച് ഈ ഏരിയയിൽ തന്നെ നിൽക്കുകയാണ്. പ്രധാനപ്പെട്ട കാര്യം ഇത് എന്തുകൊണ്ടാണ് ഇതിനൊരു ഗതി പിടിക്കാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ BSE തന്നെയാണ് ഇതിന് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് BSE ഈ പറഞ്ഞ പോലെ ഇന്ന് രാവിലെ നല്ലപോലെ താഴെ പോയി, പിന്നെ കുറച്ച് മേലോട്ട് പോയി, ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്ത് അങ്ങനെ തന്നെ നീന്നു. ഈ BSE ഒറ്റ ഒരുത്തനാണ് എന്ത് ചെയ്യുന്നത്, ഈ മിഡ് ക്യാപ്പിനെ എങ്ങോട്ടും വിടാതെ ഇങ്ങനെ വരിഞ്ഞു കെട്ടി നിർത്തിയിരിക്കുന്നത്. ഈ BSE വീണിട്ടും ഇത് ഇത്രയും പിടിച്ചു തരുന്നത് ഹീറോ മോട്ടോകോപ്പ് ഇന്ന് 90 പോയിന്റ് മോളോട്ട് കയറിയത് കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്തത്, ഇതിങ്ങനെ വീഴാതെ ഇങ്ങനെ പിടിച്ചു തന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾ മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്നവർ BSE പിന്നെ ഹീറോ മോട്ടോകോപ്പ് നോക്കി നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു BSEയിൽ നമുക്കൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന്. BSEയുടെ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എനിക്കൊന്ന് ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് ഉപകാരമായിരിക്കും. എനിക്കൊന്ന് അറിയാൻ വേണ്ടിയാണ്. ഞാൻ ആ ഓപ്പർച്യൂണിറ്റി നല്ല രീതിയിൽ 4250 മുതൽ താഴോട്ട് ഇതിങ്ങനെ ഞാൻ പറഞ്ഞു നല്ല രീതിയിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ ഓപ്പർച്യൂണിറ്റി ഞാൻ നല്ലപോലെ ഉപയോഗിച്ചു. ഇന്നലെ ഉപയോഗിച്ചു, ഇന്നും ഉപയോഗിച്ചു. അപ്പം നിങ്ങളിൽ ആരെങ്കിലും ആ BSEയുടെ ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് അറിയാൻ വേണ്ടിയാണ്, സന്തോഷമായിരിക്കും. നമ്മൾ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്ക് ഗുണമായി എന്ന് കേൾക്കാൻ ഒരു സന്തോഷം, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഈ വേറെ നമുക്ക് ലെവലൊന്നും പറയാനില്ല ഇതിനെപ്പറ്റി. മിഡ് ക്യാപ്പിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് സസ്റ്റെയിൻ ചെയ്യണം. ഈ 590 സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ ഇതൊരു ഗതി പിടിക്കത്തുള്ളൂ. എന്ന് കൺഫർമേഷൻ പറയണമെങ്കിൽ ഇതാണ്ട് ഈ ഹൈ കട്ട് ചെയ്ത് മുകളിൽ പോയെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ മുകളിലോട്ടുള്ളൂ. ഇല്ലെങ്കിൽ എപ്പോഴും ഇതിങ്ങനെ ഒടിഞ്ഞു വീണുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവർ BSE ഹീറോ മോട്ടോകോപ്പ് നിങ്ങൾ നോക്കി മാത്രം ട്രേഡ് ചെയ്യുക. അപ്പം ഇന്നത്തെ മാർക്കറ്റിനെ പറ്റി പറയാൻ ഇത്രയൊക്കെ ഉള്ളൂ. കാരണം ഇനി വരും ദിവസങ്ങളിലൊക്കെ റിസൾട്ടിൻ്റെ കാലമാണ്. പല ബിസിനസ് അപ്ഡേറ്റ്സുകളും വരും, അതിനനുസരിച്ച് മാർക്കറ്റ് മൂവ് ചെയ്യും. ഈ പ്രാവശ്യത്തെ ക്വാർട്ടർലി റിസൾട്ട് കമ്പനികളുടെയൊക്കെ നല്ലതാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പുതിയൊരു തലത്തിലേക്ക് പോകും. അല്ല മോശമാണെങ്കിൽ വീണ്ടും ശങ്കരൻ അഗൈൻ ഓൺ ദ കോക്കനട്ട് ട്രീ എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം കഴിഞ്ഞ ക്വാർട്ടറിൽ മുഴുവൻ ഫെബ്രുവരി 28 മുതൽ ഉള്ള പ്രശ്നങ്ങളാണ്. ഫെബ്രുവരി 28 മുതൽ നമുക്ക് ക്രൂഡിൻ്റെ പ്രശ്നമുണ്ട്. ക്രൂഡിൻ്റെ പ്രൈസ് വളരെ കൂടുതലായിരുന്നു. അപ്പോൾ അതനുസരിച്ച് സാധനങ്ങൾക്കൊക്കെ വില കൂടി, കമ്പനികളുടെ മാർജിൻ കുറയും, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ റിസൾട്ടിനകത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. അപ്പം സൂക്ഷിച്ച് കണ്ട് നാളെ ട്രേഡ് ചെയ്യുക. എക്സ്പയറി ആണ്. അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ ക്ലാസ് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത ക്ലാസ് ഉണ്ടല്ലോ, ജൂലൈ 11-ാം തീയതി കൊച്ചിയിൽ. ആ ക്ലാസ്സിന് യാതൊരു മാറ്റവും ഇല്ല. അത് വേക്കൻസി എല്ലാം ഫില്ലായി. അപ്പോൾ അതിനകത്തിൽ 2 വേക്കൻസി ഞാൻ ജസ്റ്റ് ധാരാളം പേർക്ക് ഞാൻ ഇത് വേക്കൻസി ഫില്ലായതിനു ശേഷം ധാരാളം പേര് എനിക്ക് മെസ്സേജ് അയച്ചു, സാറേ ഒരു ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. പലരും മെസ്സേജ് അയച്ചു. അപ്പോൾ 2 വേക്കൻസി അതിനകത്ത് 2 ക്യാൻസലേഷൻ വന്നിട്ടുണ്ട്. അവർക്ക് അവിചാരിതമായിട്ട് അതിനകത്ത് പങ്കെടുക്കാൻ, അവരുടെ ഫീസൊക്കെ അടച്ചാണ്, പക്ഷേങ്കിൽ അവർക്ക് പങ്കെടുക്കാൻ ഒരു പേഴ്സണലി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് വേറെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 ക്യാൻസലേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ 2 ക്യാൻസലേഷൻ 2 വേക്കൻസി ഉണ്ട്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ആ നമ്പർ ഞാനിവിടെ ഇട്ടേക്കാം. ഓക്കെ, അപ്പം ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ആ വന്ന വേക്കൻസി നിങ്ങളോട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.